മൂന്നേട്ടാ, ഇത് എവിടായിരുന്നു? എന്താ ഇത്രയും വൈകിയേ? അത് രാഹുലിന്റെ ഓഫീസിലായിരുന്നു അല്ലേ? അത് നന്നായി. ഇനി എന്നും ഇങ്ങനെ തന്നെ വേണം. ഒരു നല്ല ഫ്രണ്ടിന്റെ കൂടെയാണെന്ന് അറിയുമ്പോ ഇവിടെ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടേ. ശ്രേയ എവിടെ? അവിടെ തിരിച്ചുപോയി. എന്താ മൂന്നേട്ടാ? ഒന്നുമില്ല. ശ്രേയയുടെ അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ചിലപ്പോ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അങ്കിള് യാത്ര ക്യാൻസൽ ചെയ്തു. ആണോ? ഞാൻ ഭക്ഷണം എടുക്കാം. ശ്രേയ ഇല്ലാത്തതുകൊണ്ട് അവനവൻ കള്ളും കുടിച്ചു വിട്ടു. ഇതേതാ പുതിയൊരു മണം? അതിന് മൂന്നേട്ടൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? നല്ല മണമല്ലേ ഇത്? എനിക്ക് മനസ്സിലായി. രാഹുൽ ഗിഫ്റ്റ് തന്ന പെർഫ്യൂം അല്ലേ ഇത്? മനസ്സിലാക്കിയില്ലേ? ഇത് രാഹുലിന്റെ പ്രസന്റേഷനാ. മുകുന്ദേട്ടൻ ഇപ്പൊ ആകെ ഒരു മാറ്റമുണ്ട്. മുഖത്തിപ്പോ പഴയ കള്ളത്തരങ്ങളൊന്നുമില്ല. പോയി ഡ്രസ്സ് മാറി വന്നേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്റെ കുഞ്ഞീഷ്ണ, കള്ളന്മാർക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞപ്പോഴൊന്നും കൃഷ്ണേന്ദു എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ആദ്യമായിട്ടൊരു കള്ളം പറഞ്ഞപ്പോ അയ്യാടാ. രാഹുലിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കോ? ശ്രേയ ഇവിടെയാണെന്ന് കരുതി അടിച്ച് ഫിറ്റായിട്ടാണ് ഭാവം വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അവന്റെ മുഖം മൂടി ഇന്ന് അഴിഞ്ഞു വീണത് തന്നെ. എന്റെ പ്രോഗ്രാം പെട്ടെന്ന് ക്യാൻസലാക്കി. അയ്യോ, അത് നന്നായി ഡാഡി. ഗുഡ് നൈറ്റ് മോനെ. ഗുഡ് നൈറ്റ്. അയ്യോ ചടായ. മോളെ, രാഹുൽ വന്നു. മോളെ, അല്ല ചിലപ്പോ കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും. സാരമില്ല. എന്നാലും എന്താച്ചാ? നീ വിഷമിക്കണ്ട. എന്താ കാര്യം പറ. രാഹുൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകിൽ ഇപ്പൊ വന്നത് രാഹുൽ അല്ല, അല്ലെങ്കിൽ അച്ഛന് മദ്യത്തിന് മണം പിടിയില്ല. അല്ല മോളെ, ഞാൻ പറഞ്ഞത് സത്യാണ്. രാഹുൽ! എന്തോ? ഈശ്വര, ഇവിടെ തിരിച്ചു വന്ന ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, ഐഡിയ കിട്ടി. രാഹുൽ! രാഹുൽ! അതെ, ഞാൻ മദ്യപിച്ചു. കുറച്ചൊന്നുമല്ല, ഒരു ഫുൾ കുപ്പി. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും. നിനക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങി തന്നു, നിനക്ക് ഞാൻ ഓർണമെന്റ്സ് വാങ്ങി തന്നു, നിനക്ക് ഞാൻ കാർ വാങ്ങി തന്നു. ഇന്നിപ്പോ ഞാൻ മദ്യപിച്ചു. നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടി മദ്യപിച്ചു? അതെ, നിനക്ക് വേണ്ടി. ഇന്ന് ഓഫീസിൽ എല്ലാവർക്കും ഓവർ ടൈം വർക്ക് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നടക്കാൻ പാടില്ലാത്തത് നടന്നു. സ്റ്റാഫിൽ ഒരുത്തൻ അടിച്ച് ഫിറ്റായി ഒരു ലേഡി സ്റ്റാഫിനെ കയറി പിടിച്ച് ആകെ ബഹളമായി. ആ പെൺകുട്ടി അവന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് കയറി പിടിച്ചാണത്രേ. ഭാര്യയാണെന്ന് കരുതി. അവനെ പിരിച്ചുവിടണമെന്നും തല്ലണമെന്നും ഒക്കെ അഭിപ്രായം വന്നു. പക്ഷെ ഞാനൊന്നും വേണ്ടിയില്ല. ഒരു ഫുൾ ബോട്ടിൽ മദ്യം വരുത്തി ഒറ്റ വലിക്ക് ഞാനത് കുടിച്ചു, വെള്ളം പോലും ഒഴിക്കാതെ. എന്റെ ഓഫീസിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ച് നിരത്തി നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുറച്ച് മദ്യം കുടിച്ചപ്പോ നിനക്ക് മറ്റൊരു സ്ത്രീയെ നിന്റെ ഭാര്യയായി തോന്നിയല്ലടാ. ഒരു ഫുൾ ബോട്ടിൽ മദ്യം കുടിച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഈ നിൽക്കുന്നവരാരെയും എനിക്ക് എന്റെ ഭാര്യയായി തോന്നില്ല. കാരണം എന്റെ ഭാര്യയ്ക്ക് തുല്യം എന്റെ ഭാര്യ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഒരു ബോട്ടിൽ മദ്യം കുടിച്ചിട്ടും എനിക്ക് കാഴ്ച മാറുന്നില്ല, ലഹരി കയറുന്നില്ല. കാരണം എന്റെ ലഹരി എന്റെ കുടുംബമാണ്, എന്റെ ഭാര്യയാണ്. എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ മാത്രമായിരിക്കണം ലഹരി. ദൈവമേ, ഏറ്റു കാണണേ. ഇനി പറ, ഞാൻ ചെയ്ത് തെറ്റോ ശരിയോ? I'm sorry. It's okay. ഹലോ, എന്തായിടാ, ഭാര്യ കൈയോടെ പിടിച്ചോ? പന്ന റാസ്കൽ, വെക്കടാ ഫോൺ. ഭാര്യയെ തിരിച്ചറിയാത്തവനെ
കുടുംബത്തോട് സ്നേഹമില്ലാത്തവനെ അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ട് ഇപ്പൊ സോറി പറഞ്ഞ് കരയുന്നോ? വൃത്തികെട്ടവൻ, ഇനി എന്നെ കണ്ണിന് മുമ്പിൽ കണ്ടുപോരുത്. Get out. ഓഫീസിലെ റാസ്കല സോറി പറയാൻ വിളിച്ചാ മാപ്പ് കൊടുക്കണ്ടല്ലോ അവന്. ആ വാ മോളെ. ഇവനെന്ത് പറ്റി? ഓ തല്ലി പൊളിക്കണ്ട, ചായം കൊണ്ട് കേറി വാ. കർത്താവേ, ഇവളിവിടെയും. കണ്ടോ സർ, ആദ്യം ചാടിച്ചാവാൻ പോയി, ഇപ്പത് സ്വയം കുത്തിച്ചാവാൻ പോവാ. അതെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം. അത് തന്നെ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരുത്തനെയും ഈ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള 4 പേരെയാണ് സാർ അടിച്ചു കൊന്നിട്ടുള്ളത്. എന്റെ പൊന്നു സാറേ, ഈ സാധനത്തിന് ഭ്രാന്താ. മനഃശാസ്ത്രം എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ കൂടിയേക്കുവാ. അതെ, പിന്നാലെ കൂടിയേക്കാം ഒരു ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. നിനക്ക് ചത്തേ പറ്റൂ അല്ലടാ. സാറേ, ഇവിടെ ഞാൻ കൊല്ലും. കത്തി താഴെറാ. ഇടിക്കുളെ പറഞ്ഞ കത്തി താഴെറാ. അയ്യേ, ഏതായാലും സാധനമെല്ലാം കെട്ടിപ്പെറുക്കി താൻ വേഗം സ്ഥലം വിട്. എന്നെ ലോഡ്ജിലെ താമസം മതി. മറ്റെല്ലാ ലോഡ്ജിലും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ തനിക്ക് റൂം തരരുതെന്ന്. ഒരു പെങ്കൊച്ചിനെ കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന്. പ്രൊഫഷണല്ലോ ഞാൻ സ്നേഹിച്ചിരുന്നേ. അങ്ങനെയുള്ള ഞാനാ ഒരു പെണ്ണിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുമെന്നും പറഞ്ഞു അവിടെ ഞാൻ. ചേട്ടായി, എനിക്കൊരു താമസ സൗകര്യം ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഏതെങ്കിലും ചേട്ടായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഞാൻ ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് താമസിക്കാന്ന് വെച്ചാൽ അവിടെ വരുവാ കുറിച്ച്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ചേട്ടായിയുടെ പേര് എഴുതി വെക്കും. നീ എഴുന്നേറ്റോ? ഇതുകൂടി കഴിക്കടാ. ഓ, 5 ചപ്പാത്തി കഴിച്ചപ്പോ തന്നെ അങ്ങ് വയറ് നിറഞ്ഞു. എനിക്ക് ഫുഡല്ല ആവശ്യം, തല വെക്കാനൊരു ഇടവാ. 5:30 വേണാടിന്റെ വെക്കടാ. ഇത് കണ്ട ചേർത്തി ഒരുമാതിരി ചൊറിയുന്ന. ആദ്യം നീ അതൊന്ന് തുടക്കി. എന്റെ കണ്ണീര് അങ്ങനെ ഇരിക്കട്ടെ. കണ്ണീരല്ല, ഈ എച്ചില്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തോ റബ്ബർ കാട്ടിൽ നിന്നൊരു നട്ടുച്ചയ്ക്ക് ഇവിടെ വന്ന് കയറിയ നിന്റെ കഥ കേട്ട് നിനക്ക് ഞാനൊരു ജോലി തന്നു. തുടങ്ങി. ഈ വീട്ടിൽ സ്വാതന്ത്ര്യം തന്നു. ഇതിലും ഭേദം മറ്റവളാ. ബാക്കിയും കൂടി പറയട്ടാ. ഇപ്പതാ നിനക്ക് താമസിക്കാൻ ഒരു ഇടവും തരുന്നു. ഇന്നു മുതല് നിനക്ക് എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ചേട്ടായി, ചേച്ചായി, അല്ല ചേട്ടത്തി, ചേട്ടാ, ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കല്ല. നിന്റെ കടപ്പാടിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ഞങ്ങളുടെ കടമയാ. നീ ഞങ്ങളുടെ അനിയനല്ലേ. എന്നാലും എന്റെ സമാധാനത്തിന് വേണ്ടി ഞാനൊരു ശബ്ദം അങ്ങോട്ട് ചെയ്യുക. ചേട്ടായുടെ തല്ല സ്വന്തം തല. ഞാനാണ് സത്യമായിട്ടും. നിങ്ങൾക്ക് എന്നാ പ്രശ്നം എപ്പ സംഭവിച്ചാലും എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനത് നടത്തിത്തരും. മൂന്തേട്ടാ, ആത്മഹത്യ എന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ നടക്കുന്ന ആ പെണ്ണില്ലേ, അവളെ കുറിച്ച് എന്തായാലും ഒരു ലേഖനം എഴുതണം. ഒരു പെണ്ണ് ഒരുമ്പെട്ടിറങ്ങാന്ന് പറഞ്ഞാൽ തകരുന്നത് വേറൊരു പെണ്ണിന്റെ സമാധാനം. ഹലോ, ഞാൻ ഡയാന ഫിലിപ്പ്. ആരാ ഏട്ടായി ഫോൺ ബില്ല? എനിക്ക് മനസ്സിലായി. രാഹുൽ. കേട്ടോടാ ജോണെ, രാഹുലിനോട് കൂട്ടിയിരുന്നത് മൂന്തേട്ടന് ഇഷ്ടമല്ല. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നത് ചിലർക്കൊന്നും പിടിക്കൂലല്ലോ. നല്ല കാര്യം ഉപദേശിച്ചു കൊടുത്തു. രാഹുലോ? ഏത് രാഹുലിനെ പറ്റി പറയുന്നത്? രാഹുല്, ശ്രേയയുടെ ഭർത്താവ്. ശ്രേയ ചേച്ചി വേറെ രാഹുലിനെ കല്യാണം കഴിച്ചോ? അത് നിന്റെ മറ്റേ. നീ എന്താ തമാശ പറയുന്നോടാ? പിന്നെ രാഹുല നല്ല ആളാ. അങ്ങനെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെടാനൊന്നും മൂന്തേട്ടനെ രാഹുൽ സമ്മതിക്കൂല. ഞാൻ കൃത്യം 12 മണിക്ക് ബിഗ് പ്ലാനറ്റ് മോളിന് മുന്നിൽ കാത്തുവെക്കും. വരണം. അല്ല, ഞാന് ഇവിടെ വന്നില്ലെങ്കിൽ ഞാനങ്ങ് വീട്ടിലോട്ട് വരും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വരാം. ഓ, എന്താ കൃഷ്ണ? എന്തോ അല്ല, മുകുന്ദേട്ടന്റെ കാറ് ഇതെന്താ ഇവിടെ ഇപ്പോ? ഇനി രാഹുലിന്റെ കൂടെ എങ്ങാനും? ഏയ്, രാഹുൽ വീട്ടിലുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ? എടാ, ഇത് കൃഷ്ണേന്തുവാ. ആ ചേച്ചിയായിരുന്നാ? ചേച്ചി ആ ഡയാനയുടെ ഫീച്ചർ പോലും എനിക്ക് തരുന്നില്ല ചേച്ചി. ചേച്ചി, എനിക്ക് ഒറ്റ കുറ്റേ ഉള്ളൂ, ഞാൻ ചേച്ചിയുടെ ബന്ധുവായി പോയി. അയ്യോ, അതൊക്കെ പിന്നെ പറയാം. മൂന്തേട്ടനുണ്ടോ അവിടെ? നോക്കട്ടെ. ഇല്ല ചേച്ചി, ഇതുവരെ വന്നിട്ടില്ല. സുമി ഇവിടെ ഉണ്ട്, പക്ഷേ അയ്യോ ചേച്ചി, ദീപാറാണി എത്തിയിട്ടില്ല. ഭഗവാനെ, എന്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരുത്തണമേ. എടീ, മൂന്തേട്ടൻ ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ലെന്ന്. എന്റെ അമ്മ, ആ ദീപാറാണി വന്നിട്ടില്ലെന്ന്. നീ വന്നേ. ഞാൻ പറയുന്നത് കേക്ക്. മുകുന്ദൻ ജി ഇപ്പോൾ ഇത്ര
ഈ കിടന്ന് ഓടുന്നേ? എക്സസൈസ്. ഇവിടെയോ? ആ, ഞാൻ എന്നും ഈ കോംപ്ലക്സിലല്ലേ എക്സസൈസ് ചെയ്യുന്നത്. നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 10 റൗണ്ടും കൂടെ ഓടിയിട്ട് വരാേ. ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. അയ്യോ, പോയാ ശരിയാവില്ല. കൃഷ്ണേന്ദുവിന്റെ കാറ് കണ്ടിട്ടുണ്ടാവും. ഐഡിയ. എടി മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും മുകുന്ദേട്ടൻ വന്നത്. അതെ, മറ്റെന്തോ ആവശ്യത്തിന് തന്നെ. ആ ആവശ്യം എന്താണെന്ന് എനിക്കും കൂടി അറിയണമല്ലോ. ഹലോ, അതെ, മുകുന്ദൻ മേനനാണ്. ആഹാ, ഓഹോ, എന്താ ഇവിടെ ഈ സമയത്ത്? അതും രാഹുലിനെ ഒഴിവാക്കിട്ട്. അല്ല, ഞാനൊരു പ്രസന്റ് മേടിക്കാൻ. പ്രസന്റോ? ആർക്ക്? ഒരു സ്ത്രീക്ക്. സ്ത്രീക്കോ? കൃഷ്ണേന്ദു, 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 അയ്യോ. എന്റെ കൃഷ്ണേന്ദുവിന് സ്വന്തം മുകുന്ദേട്ടൻ. നിനക്ക് ഈ പ്രസന്റ് വാങ്ങാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ പെട്ടെന്ന് മറ്റൊരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞത്. സോറി. ഇപ്പൊ എന്തായി? ഞാൻ പറയാറില്ല ഒരു കാര്യം ആദ്യം അവസാനം അറിയാതെ എടുത്ത് ചാടാൻ പാടില്ലെന്ന്. ഓക്കെ, നിങ്ങളുടെ പർച്ചേസ് ഇറക്കട്ടെ. സോറി. ഓക്കെ, ഓക്കെ, സോറി. പ്ലീസ്. വാ. എന്റെ കുഞ്ഞിഷ്ണ, ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കണു. പഴയതെല്ലാം ഞാൻ മറന്നു കേട്ടോ. അതെ, അവൻ ചാകാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഉള്ളതാ. അതെ, അതിന് കല്യാണം കഴിച്ചവർക്കൊക്കെ അല്ലേ ചാകാനൊക്കെ തോന്നുള്ളൂ. ഇവൻ ബാച്ചിലർ അല്ലേ? ഞാൻ തിയറീസ് വെച്ചാ പറഞ്ഞു. എന്റെ തിയറികളൊന്നും തെറ്റാറില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ഞാനിവിടെ ഇറക്കി വിടുവേ. ഇങ്ങനെ ഇറക്കി വിടു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്ന എനിക്ക് ഇഷ്ടമാ. അതെ, ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന എല്ലാരും കുട്ടിയെ രക്ഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പറയാലോ, എനിക്ക് ഒരു കാമുക ഉണ്ടായിരുന്നു. അവൾക്ക് പന്നിപ്പനി ഒന്ന് മരിച്ചുപോയി. ഞാനും ആത്മഹത്യക്ക് ശ്രമിക്കേണ്. നല്ല കാര്യം, ആത്മഹത്യ ചെയ്തോളൂ. നടക്കില്ല. നമുക്ക് ആ പൈപ്പ് ലൈൻ റോഡ് വഴി പോയാ മതിയായിരുന്നു. എന്താ ഷോർട്ട് കട്ടാ? അല്ല, അവിടെ ഒരുപാട് ഗട്ടറുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ. താങ്ക്സ്. ഇതാ യുവാക്കൾക്ക് ഇഷ്ടം. ജോണേ, ഇറങ്ങി ബാടാ. ദാ വന്നടാ. ഞാൻ വിളിക്കാം. ജോണേ, ജോണേ. പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ വണ്ടി വന്നത് ഓർക്കുമ്പോ. ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ജോണേ, ഈ നിൽക്കുന്ന ആരെന്നറിയോ? പോയാ അപ്പുറത്ത് പോയടാ. എന്തിന്? ഒന്നിങ്ങോട്ട് വന്നേ ജോൺ. ആരെങ്കിലും ഒക്കെ കാണുമെന്ന്. ഇത് തന്നെ അവസരം. കുട്ടി, അവനെ തടയണ്ട. അവൻ ചാകുന്നെങ്കിൽ ചാകട്ടെ. കുട്ടിക്ക് ഞാനുണ്ടല്ലോ. ജോണേ, എടാ ജോണേ, എടാ ജോണേ, ജോണേ, ജോണേ. ഇവന് എന്റെ സ്വഭാവം നിനക്കറിയില്ല. അയ്യോ, ഭിത്തി ജോൺ. ജോണിനെ ഞാൻ രക്ഷിക്കും. നേരം വെളുത്താന്തോ. അത് ശരി, എന്നെ ഉറക്കിട്ട് ഇവിടെ ഇതാണല്ലേ പരിപാടി. എഴുന്നേറ്റ് പോടാ. ബാക്കിയുള്ളവനെ അസൂയപ്പെടുത്താതെ.
എന്നൊന്നും ഈ പെങ്കൊച്ചത് നീ എനിക്ക് ഇവിടെ സമാധാനം തരികയല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് സമാധാനം തരൂലെന്നാ ഓഫീസിൽ ഇരുന്ന് എന്നെ വിളിച്ചിറക്കൊണ്ട് വന്ന ഈ കുട്ടിയോട് എന്നാത്തിന്? അതെ എന്നതാ നിന്റെ ഉദ്ദേശം? എടാ നിനക്ക് മനസ്സിലായില്ലേ ഇത് മറ്റേ മതി, കേസ്. നിർത്ത്. നിർത്തി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ ആത്മാർത്ഥതയുള്ള ഒരു പുരുഷനെ കാണുന്നത്. മരിച്ചുപോയൊരു പെൺകുട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു പുരുഷൻ. ഇവക്ക് രാവിലെ തുടങ്ങുന്ന പ്രേമം വൈകുന്നേരം അവസാനിപ്പിക്കുന്നവരാ മിക്ക ആണുങ്ങളും. എടി പെങ്കൊച്ച, നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടല്ല, ആത്മഹത്യ ഫീച്ചർ എഴുതാൻ വേണ്ടിട്ടാ നടന്നേന്ന്. ഡേടേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ കുട്ടിക്കുണ്ട്. ഇത് ഉദ്ദേശം വേറെയാ. കുട്ടി ചെന്നോളൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എടാ മണ്ട, അവള് നിന്നെ ആത്മഹത്യന്ന് രക്ഷപ്പെടുത്താൻ നടന്നെന്നാ നിന്റെ വിചാരം? പിന്നെ? എടാ അവക്ക് നിന്നോട് പ്രേമ. അല്ല, നീ ഒന്നും പറയണ്ട, അവള് നല്ല കുട്ടിയാ. അത് നിനക്ക് അങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ ഇന്ന് എന്റെ വലയിൽ അവള് വീഴണ്ടേ? ഡേ, നീ ഇങ്ങനെ സ്ത്രീ വിരോധിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല. എന്നായാലും നീ കെട്ടണം. പിന്നെ എനിക്ക് അവളെ അങ്ങോട്ട് കെട്ടിയാൽ ഒരു കുഴപ്പമില്ല. കെട്ടാന്ന് പറയാൻ അങ്ങോട്ട് മൊബൈൽ നമ്പറൊക്കെ ഞാൻ വാങ്ങി തരാം. എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ. ഞാൻ ഏതായാലും നീ ആത്മഹത്യ ചെയ്യാൻ പോയ പാറയിലോട്ട് പോകണം. അവിടെ ആവുമ്പോ ഇവളുടെ ഏതെങ്കിലും കൂട്ടുകാരികൾ വരുമല്ലോ. കൺഗ്രാചുലേഷൻസ്, അച്ഛനാവാൻ പോവാണല്ലേ. അടുത്ത ആഴ്ച മുഴുവൻ ഇങ്ങേരുടെ പാർട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. പാർട്ടിയല്ല, നിനക്കെന്റെ 16 അടി യന്ത്രം ഉണ്ണ. എടാ ആ ഡയാനയെ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ പോണൂന്ന്. ഭാഗ്യമുള്ളവനെ തേടി ഭാഗ്യം വീട്ടിലേക്ക് വരും എന്ന് പറയുന്ന ഇതാ. രാഹുൽ പ്ലീസ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, എനിക്ക് ഈ കമ്പനി വേണ്ട. 1-2 ദിവസം എന്റെ മനസ്സൊന്ന് ആടിയെന്നുള്ളത് സത്യ. ഇപ്പതാ ഇതിനകത്തെ കറുപ്പൊക്കെ പോയി. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നെ വിട്ടേക്കാൻ പറ. ഓഫീസ് കാര്യങ്ങളൊക്കെ ആകെ താറുമാറായി കിടക്കുക. ഇനി എല്ലാം ഒന്നിന്ന് തുടങ്ങണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് ബൈ, ഞാനത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാല് പിടിക്കാന്ന്. ടേക്ക് ഇറ്റ് ഈസി മാൻ. നമുക്കൊരു കമ്പനിയായി ലൈഫ് അങ്ങ് അടിച്ച് പൊളിക്കാന്ന് കരുതി അതിനിറങ്ങിയത്. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അവളെ വിളിച്ചു പറയാം. ഓക്കെടാ, ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓ എന്റെ അമ്മോ. ഹലോ. ആ ഡയാന, ഞാനാ. അതെ, ആ മന്ദബുദ്ധി അങ്ങ് വിട്ടേക്ക്. എന്റെ പരിചയക്കാരെല്ലാരും മന്ദബുദ്ധികളാ, നീ ഉൾപ്പെടെ. ഇതിലാരെയാ വിടണ്ടേ? ആ മുകുന്ദനെ. അയാൾ എന്നെ വിളിച്ച് ഭയങ്കര സെന്റിയായി. നിന്നെ വിട്ടാലും ഞാൻ അയാളെ വിടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ? അതങ്ങനാ. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ മുകുന്ദന്റെ വീട്ടിൽ പോകുന്നില്ല, തന്റെ വീട്ടിലേക്ക് അങ്ങ് ഇടിച്ചു കയറി വരട്ടെ. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ടേക്ക് ഇറ്റ് ഈസി, ക്യാരി ഓൺ ക്യാരി ഓൺ. അങ്ങോട്ട് തന്നെ പൊയ്ക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. രക്ഷപ്പെട്ടു. ഹലോ. എന്തായടാ, അവളെ കിട്ടിയോ? അവൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. എന്താ ശ്രീ? ഭാര്യ വിളിക്കുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ. രാഹുൽ രാഹുൽ എല്ലാത്തിനും രാഹുൽ വേണോന്നായില്ലേ? നന്നായി. ഇതൊക്കെ ഇത്തിരി നേരത്തെ ആവായിരുന്നില്ലേ? ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ. പിന്നെ നാളെ രാവിലെ ഞാൻ ശ്രേയം വിളിച്ച് തൃക്കുന്ന അമ്പലത്തിൽ പോകുന്നുണ്ട്. നേർച്ചയാ. എനിക്ക് വയ്യ. എന്തേ? ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്തോ, മാക്സിമം നേരത്തെ പോയിട്ട് പൂജകളൊക്കെ പതുക്കെ ചെയ്ത് മാക്സിമം വൈകി എത്തിയാ മതി. അതെ, വേറൊന്നിനും വേണ്ടിട്ടല്ല. അടുത്ത ആഴ്ച മാഗസിനിൽ പുതിയൊരു ഫീച്ചർ തുടങ്ങുന്നുണ്ടേ. നിരപരാധികളായ ഭർത്താക്കന്മാരെന്നാണ് അതിന്റെ ടൈറ്റില്. അതിനുവേണ്ടി ചെറിയൊരു സ്റ്റഡി. അതായത് എന്നെ ഇപ്പൊ ഒരു സംശയാസ്പദമായ സാഹചര്യത്തില് ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ? അല്ല, ഞാൻ പറഞ്ഞില്ലേ സ്റ്റഡിക്ക് വേണ്ടിട്ടാ. ഇനിയിപ്പോ അഥവാ അങ്ങനെ കണ്ടാൽ ആദ്യം തന്നെ നീ സംശയ നിവാരണം നടത്തില്ലേ? എനിക്ക് അറിഞ്ഞൂടെ, ലോകത്ത് മറ്റെന്ത് സംഭവിച്ചാലും ഇത് മാത്രം സംഭവിക്കില്ല എന്ന്. സപ്പോസ് അങ്ങനെ ഒന്ന് കണ്ടു എന്ന് വിചാരിക്ക്, സംശയ നിവാരണം നടത്തില്ലേ? സംശയ നിവാരണത്തിനൊന്നും ഞാൻ നിൽക്കൂല. മുകുന്ദേട്ടനെയും കൊല്ലും, ഞാനും ചാവും. സത്യം. എന്റെ കൃഷ്ണയും തോന്നുന്നു വേഗം താ നേരം പോണു. പൊട്ടെങ്ങനെയുണ്ട്? ആഹാ, നല്ല കലക്കം പൊട്ട്. സാരി ഉഗ്രൻ സാരി. ചെല്ല്. ആഹാ, എന്താ പൂ. ചെല്ല് ചെല്ല് ചെല്ല്, വേഗം വേഗം. എന്നെ അമ്പലത്തിലേക്ക് പറഞ്ഞേക്കുന്നതിനുള്ള വെപ്രാളം എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിനാ? അച്ഛനാവുന്നതിന്റെ ത്രില്ല്. വേഗം ചെല്ല്. എന്റെ ഭഗവാനെ, ചേച്ചി ദാ ഇവിടെ ഒരു യുവതി വന്ന് നിൽക്കുന്നു. കുഞ്ഞിഷ്ണ. ചേച്ചി ഇതാരാ നോക്കേ? ഇതാരാ നോക്കിയേ? ആളിയാൻ കണ്ട ഞെട്ടും. ഒന്നിങ്ങോട്ട് വന്നേ. പൂന്തേട്ട, ഇത് എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ.
കൃഷ്ണേന്ദു, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. അതൊക്കെ ഇന്നലെ വരെ. ഇപ്പൊ ഞാൻ മുകുന്ദേട്ടന്റെ വിശ്വാസിയാ. സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്ക്. എന്റെ മനസ്സിലെ വിശ്വാസക്കേടൊക്കെ മാറി. ഓ. ഏജൻസിയിൽ വിളിച്ചിട്ട് ഇവിടെ തന്നെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു. Oh my God. അത് നന്നായി. മൊബൈൽ നമ്പർ തെറ്റിക്കാതെ തരണേ. ഈശ്വര, ഡയാന വരുമ്പോ ഇവളിവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ. എന്തായാലും ഇന്ന് വേണ്ട, നാളെ തൊട്ട് മതി. അതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി ഒന്ന് ചുറ്റി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. മുകുന്ദേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നു വിചാരിച്ചിട്ടല്ലേ നാളെ തൊട്ട് മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നുമില്ല, നാളെ ലോക തൊഴിലാളി ദിനമല്ലേ, ഒരു വേലക്കാരിയെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞില്ലേ ഇത് പുതിയ കൃഷ്ണേന്ദുവാണെന്ന്. പോയിട്ട് വരട്ടെ. വണ്ടി എടുക്കണം. ഓ, വൈകുന്നേരം കാണണോ? അതെ, ഞാനെന്ന് പറഞ്ഞോണ്ടായിരിക്കും ചുരിദാറിട്ട് വന്നല്ലേ. കുട്ടിക്ക് ഐശ്വര്യ സാരി തന്നെയാ. നാളെ തൊട്ട് സാരി എടുത്താൽ മതി കേട്ടോ. അയ്യോ, അയ്യോ എന്നാട്ടായി? നീ വേഗം എങ്ങോട്ടെങ്കിലും പോ. എങ്ങോട്ടെങ്കിലും പോവാൻ? പോയി ഫോട്ടോ എടുത്തിട്ട് വാ. പാലം പൊളിഞ്ഞു കിടക്കല്ലേ, എന്നെ നീ വേഗം പോയി ഫോട്ടോ എടുത്തിട്ട് വാ. നാളെ നമുക്ക് ഫ്രണ്ട് പേജിൽ ഫീച്ചർ ആക്കണം. എന്റെ പൊന്നു ചേട്ടാ, ഇന്നലെ തന്നെ ആ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അതെ, ഇതൊക്കെ ഇന്നലെ എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഇതൊക്കെ ഇന്ന് എടുത്താ പോരായിരുന്നോ? പിന്നെ നീ എടുക്കാത്തതായിട്ട് വേറെ എന്ത് ഫോട്ടോ ഉള്ളത്? അതിനിപ്പോ സൗത്ത് ഓവർ ബ്രിഡ്ജിന്റെ ട്രാഫിക് കുരുക്ക്. സൗത്ത് ഓവർ ബ്രിഡ്ജിലെ ട്രാഫിക് കുരുക്ക്. വേഗം പോയി എടുത്തിട്ട് വാ. ഈ സമയത്ത് കുരുക്കൊന്നും കാണുകയല്ല. നീ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത കുരുക്കാനോടാ. ചെല്ല് ചെല്ല്, അല്ലെങ്കിൽ ഇവിടെ വേറെ പലരും കുരുക്കും. ഹലോ, അതെ, ഞാൻ വന്നോണ്ടിരിക്ക. നീ എന്നെ കൊണ്ടേ പോകുള്ളൂല്ലേ? വീട്ടിലേക്കല്ല, വീടിന്റെ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാ മതി. ഓക്കേ. ഓ, എന്തിനാ വെച്ച് വണ്ടി നിർത്താൻ പറഞ്ഞ? നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. എന്താ കാര്യം? അല്ല, പൂജയ്ക്കുള്ള പൈസ മുകുന്ദേട്ടന്റെ തലയ്ക്കൊഴിഞ്ഞ് വാങ്ങാൻ മറന്നുപോയി. ഈശ്വരകാര്യ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഹായ്. സ്റ്റൂളിൽ നിന്നുണ്ടെങ്കിൽ ഓടി ഏത് കാലത്തെത്താൻ എന്തേ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? ദുരുദ്ദേശം. കുട്ടി ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ജനിക്കാതെ പോയ എന്റെ സഹോദരി എനിക്ക് ഓർമ്മ വന്നത്. സത്യം? സത്യം. അങ്ങനെയാണെങ്കിൽ ഒരു സഹോദരിയുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കേണ്ടത് ഒരു സഹോദരന്റെ കടമയല്ലേ? അയ്യോ, പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. എനിക്കൊരു 5 ലക്ഷം രൂപ വേണം. ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. ഞാൻ ആരാന്നറിയൂടെ നിനക്ക്? പിന്നെ മുകുന്ദൻ മേനോൻ, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ്, കേരള ടുഡേയുടെ MD. അതേടി, അങ്ങനെ ഒരു പത്രസ്ഥാപനം നടത്തിക്കൊണ്ടു പോണെങ്കിലേ അധോലോകമായിട്ടൊക്കെ നല്ല അടുപ്പം വേണം. സിറ്റിയിലെ കൊട്ടേഷൻ സംഘമായിട്ട് ഞാൻ നല്ല ടൈപ്പിലാ. കേട്ടിട്ടുണ്ടോ? കീരി സുധി, മാഫിയ മധു, ആഞ്ചി പപ്പൻ, ഇടിവെട്ട് ഹംസ, ഇവരൊക്കെ എന്റെ ക്ലോസ് ഫ്രണ്ട്സാ. ഞാനിങ്ങനെയൊന്നും ഞൊടിച്ചാണ്ടല്ലോ, അവര് മക്കളുടെ 2 കുഞ്ഞിക്കാലും തല്ലി ഓടിച്ച് കാട്ടിക്കളയും. പിന്നെ വൈകുന്നേരം ഹോട്ടലിൽ പാട്ട് പാടണമെങ്കിലേ എന്റെ മോളിങ്ങനെ ജഴുന്ന് എഴയേണ്ടി വരും. താങ്ക് യു. എന്തിനാ? സിറ്റിയിലെ കൊട്ടേഷൻ സംഘമായിട്ട് ഞാൻ നല്ല ടൈപ്പിലാ. കേട്ടിട്ടുണ്ടോ? കീരി സുധി, മാഫിയ മധു, ആഞ്ചി പപ്പൻ, ഇടിവെട്ട് ഹംസ, ഇവരൊക്കെ എന്റെ ക്ലോസ് ഫ്രണ്ട്സാ. നിങ്ങൾ പത്രക്കാരുടെ അടവ് തന്നെയാ. പറഞ്ഞതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങാനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സാർ അപ്പകത്താ. പിന്നെ വേറൊരു കാര്യം, ഈ കീരി സുധിയെ മാഫിയ മധുവിനൊക്കെ മിസ്റ്റർ മുകുന്ദനെ പരിചയപ്പെടണോ? പറ, ഞാൻ വേണമെങ്കിൽ വിളിച്ചു തരാം. പറയാം. പറയാതെ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. എങ്ങോട്ടാന്ന് നിനക്ക് അറിയില്ലേ? നിന്ന വേഷത്തിലായതുകൊണ്ട് ചിലപ്പോ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും. ഞാൻ സംശയിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. പാവം. പാവല്ല, മണ്ടൻ. നീ വന്നേ. സത്യം പറയടി, നീ എന്റെ അളിയനെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ? അനാവശ്യം പറഞ്ഞല്ലോ. അപ്പൊ അളിയൻ ഇവിടെ ഇല്ലെന്ന് ഉറപ്പായി. എന്നാ നീ ചേച്ചിയോട് പറ, ഈ ചേട്ടൻ ഇവിടെ നിക്കട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന അക്കത്തേക്ക് താൻ വരുമ്പോ തല്ലേ കുത്തി ചീപ്പൊള്ളും. താറ മക്കളെ കയ്യിൽ ഒരു ബ്ലാങ്ക്. നിങ്ങളെപ്പോലൊരു റെപ്യൂട്ടഡ് ജേർണലിസ്റ്റിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആവശ്യമാണ്.
എന്നെപ്പോലെ ഒരാളുടെ കമ്പനി നിങ്ങൾക്കും വേണ്ടേ? അയ്യോ വേണ്ടേ വേണ്ട, എനിക്ക് എന്റെ ഭാര്യയുടെ കമ്പനി മതി. ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടേക്ക്. ദൈവമേ, ജോൺ തിരിച്ചു വന്നു. ഞാൻ വന്ന് വിളിക്കുന്നവരെ പുറത്തിറങ്ങി പോരാ. പോയി ഫോട്ടോ എടുക്കടാ. എന്താ മൂന്തേട്ടാ, ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല. പിന്നെ നീ അമ്പലത്തിൽ പോയില്ലേ? നേർച്ചക്കിടാനുള്ള കാശ് മൂന്തേട്ടന്റെ തലക്കൊഴിഞ്ഞു വാങ്ങാൻ മറന്നുപോയി. ആണോ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ? കൊണ്ടുവാ. ദാ ദാ ദാ. ഈ തുപ്പല്ലേ, ഇത് അമ്പലത്തിൽ ഇടാനുള്ളതാ. ചേച്ചി ഒന്ന് പെട്ടെന്ന് വാ, അമ്പലത്തിൽ നട അടയ്ക്കും. എനിക്ക് പായസം കുടിക്കാൻ ഉള്ളയാണെന്ന്. നടയടയ്ക്കും, വേഗം ചെല്ലാൻ വാ. എന്താ മൂന്തേട്ട ഇത് ചടങ്ങ് തീർക്കും പോലെ? ഇതൊന്നും വീടിന് പുറത്ത് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. വീടിനകത്ത് പോയി നല്ല ഗൗരവത്തോടെ ചെയ്യേണ്ടതാ. എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വാ. അതിനെന്തിനാ നമ്മുടെ വീട്ടിൽ പോണേ? ഇവിടെ വെച്ച് ചെയ്താ പോരെ? വരൂ. അല്ല, ഈ വക സംഗതികളൊക്കെ നമ്മുടെ വീട്ടിലെ പൂജാമുറിക്ക് അകത്ത് വെച്ച് ചെയ്യേണ്ട അയ്യോ, കാര്യങ്ങളാ. അതൊന്നും സാരമില്ല. ദേവി, എന്റെ മൂന്തേട്ടനെ സംശയിച്ചതിനും തെറ്റിദ്ധരിച്ചതിനും ഒക്കെ എനിക്ക് മാപ്പ് തരണേ. അയ്യോ, അങ്ങനെ നിക്കണമെന്നില്ല, ഇങ്ങനെ നിന്നാ ചെയ്യേണ്ടത്. ആണോ? ഓ. അതാരുടെയാ? നിന്റെ ഒരു കാര്യം നീ വന്നേ. ആ ബാഗ് ആരുടെയാണെന്ന് പറയൂ മൂന്തേട്ടാ. ഏത് ഈ ബാഗാ? അത് ജോണിന്റെ. ജോണിന്റെ? ആ. അതിനിത് ലേഡീസ് ബാഗ് ആണല്ലോ. എവിടെ? അയ്യേ, ഇത് ലേഡീസ് ബാഗ് ആണല്ലോ. ഇതാണ് അവന്റെ കുഴപ്പം. അവന് ഈ ലേഡീസുമായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട് ലേഡീസ് ബാഗ് ഏതാ ജെന്റ്സ് ബാഗ് ഏതാന്ന് തിരിച്ചറിയാൻ കഴിവില്ല. ശാപം. മക്കള് വന്നേ. എന്താ ചെരുപ്പ്? ലേഡീസ് ചെരുപ്പ്. പക്ഷെ ഇത് അവന്റെ അല്ലട്ടോ. അടുത്ത ഇഷ്യൂല് ഫ്രണ്ട് പേജിൽ ഫോട്ടോ, സോറി ബാക്ക് പേജിൽ ആഡിൽ വരാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുക. ഇനി വൈകിയ നടയടയ്ക്കും, അത് ഉറപ്പാ. ആരാ നിലവിളിച്ചേ? നിലവിളിക്കേ? ആര്? എവിടെ? നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. നീ വന്നേ. ഞാൻ കേട്ടതാ. അയ്യോ, എന്തൊരു കഷ്ടം അത്. നീ വന്നേ. അല്ല അന്നേ, ഞാൻ കേട്ടതാ. കൃഷ്ണ എന്തോ അവിടെ ഒന്ന് ബാത്റൂമിൽ പാറ്റ. ആരാ ഇവിടെ? ആരാണെന്ന്? ആരുണ്ടേ നീ? എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. ഇപ്പൊ എല്ലാത്തിനും പോകാൻ വഴിയുണ്ട്, മരുന്നുണ്ടെന്ന്. കൃഷ്ണേന്ദു, ഞാൻ എല്ലാം തുറന്നു പറയാം. നാണമില്ലേ അളിയാ? എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. എന്തോ എല്ലാരും കൂടി. അതെ, ഇവിടെ 16 അടി യന്ത്രം നടക്കാൻ പോകുന്നു. കൂടുന്നു. കൃഷ്ണേന്ദു, ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം. നാണമില്ല ഇയാൾക്ക്? ഈ കുട്ടി ജോൺ കല്യാണം കഴിച്ച കുട്ടിയാ. ആ